മിസ്റ്റർ പിണറായി വിജയൻ, CDPQ, ലാവ്ലിൻ, അവർ തമ്മിലുള്ള ഒരു ഒത്തുകളി ഇതിനകത്തുണ്ട്. തീരാൻ പോവുക 25. അപ്പോഴേക്ക് ഈ കേസ് എടുത്തുകൊണ്ട് വന്നപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് ആർക്കും തോന്നും ഇതിനകത്ത് ഈ ഇലക്ഷൻ്റെ ഒരു ഇതുണ്ട്, ഒരു തരി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമുക്ക് തോന്നും. മലയാളികളെല്ലാം വിഡ്ഢികളാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് കേട്ട. ബജറ്റിൽ നിന്ന് ഖജനാവിലേക്ക് പോകേണ്ട തുകയാണ് ഞാൻ ഈ പറഞ്ഞ ഈ 2 സോഴ്സ്. നമസ്കാരം. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് എന്നിവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് EDയുടെ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പക്ഷേ തോമസ് ഐസക് അടക്കമുള്ളവർ EDയുടെ കണ്ടെത്തലിനെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. വെറും രാഷ്ട്രീയ നാടകമാണ് ഇത്, ഫെമ നിയമലംഘനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ED പറയുന്ന വിധം കിഫ്ബി ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ? ഫണ്ടിൻ്റെ വിനിയോഗത്തിൽ സർക്കാരിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം സാമ്പത്തികകാര്യ വിദഗ്ധ ശ്രീമതി പ്രൊഫസർ മേരി ജോർജ് ചേരുകയാണ്. ടീച്ചർ സ്വാഗതം. താങ്ക് യു. ടീച്ചർ, ഒരു സംസ്ഥാനം ധനസമാഹരണം നടത്തുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ, നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണോ കിഫ്ബിയുടെ ഈ മസാല ബോണ്ട് ഇടപാട് നടന്നിരിക്കുന്നത്? അതായത് ധനസമാഹരണം നടത്തുമ്പോൾ നികുതി വഴിയായിട്ടും നികുതിയേതര വരുമാനം വഴിയായിട്ടും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡയറക്റ്റ് ടാക്സും. അപ്പം നാച്ചുറലി അത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം അവകാശപ്പെട്ടതല്ല, അതിൻ്റെ നല്ലൊരു ഭാഗം സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ധനസമാഹരണമായിട്ട് നടത്തേണ്ടത്. പക്ഷേ ഈ ധനസമാഹരണം കൊണ്ട് മാത്രം ചെലവുകൾ നിർവഹിക്കപ്പെടില്ല, പ്രത്യേകിച്ച് മൂലധന ചെലവുകൾ. അപ്പോൾ മൂലധന ചെലവുകൾക്ക് വേണ്ടി ഏത് രാജ്യമാണെങ്കിലും കടമെടുക്കേണ്ടി വരും. കടമെടുക്കുന്നത് രാജ്യത്തിനകത്ത് നിന്നുമാകാം, പുറത്തു നിന്നുമാകാം. രാജ്യത്തിനകത്തു നിന്ന് കടമെടുക്കുന്നത് തന്നെ കടപ്പത്രങ്ങൾ വഴി കടമെടുക്കുകയാണെങ്കിൽ അത് റിസർവ് ബാങ്കിൻ്റെ കൗണ്ടർ വഴിയാണ് ഒരു സംസ്ഥാനം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് നിന്ന് കടമെടുക്കണമെങ്കിൽ ആ കടമെടുക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 393(1) അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് വഴിയായിട്ട് വേണം നമ്മുടെ കടമെടുക്കുന്നതിനുള്ള പ്രപ്പോസൽ പോകേണ്ടതും. അത് കേന്ദ്ര ഗവൺമെൻറ് വഴി പോകുക, അതൊരു ഫെഡറൽ സംവിധാനത്തിൻ്റെ രീതിയാണ് ആ ആക്റ്റിൽ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വഴി പോകണം എന്ന് വെച്ചാൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് റിസർവ് ബാങ്കിന്, അതായത് ഒരു രാജ്യത്തിന് വേണ്ട എല്ലാ മോണിറ്ററി മാനേജ്മെൻറ്റും നടത്തുന്നത് സെൻട്രൽ ബാങ്ക് ആ ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് വഴിയാണ്. അപ്പോൾ ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനൊരു വായ്പ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അത് റിസർവ് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ റിസർവ് ബാങ്ക് വഴിയാണ് നമുക്ക് വായ്പ കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഡോക്ടർ തോമസ് ഐസക് ഒക്കെ പറയുന്നത് റിസർവ് ബാങ്കിനെ അറിയിച്ചിരുന്നു, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന കാര്യം, അങ്ങനെ കടമെടുക്കാൻ പോകുന്നു, കിഫ്ബി വഴി കടമെടുക്കാൻ പോകുന്നു എന്ന കാര്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അറിയിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അത് പോരാ, ഗവൺമെൻറ്റിനെ തന്നെ, സെൻട്രൽ ഗവൺമെൻറ്റിനെ തന്നെ നേരിട്ട് അറിയിക്കണമായിരുന്നു. അത് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സർക്കാരിനെ അറിയിക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഇന്നും ഐസക് പറഞ്ഞത്. പക്ഷേ അത് ഈ ഓൺലി ത്രൂ പ്രോപ്പർ ചാനൽ എന്നുള്ളത് ഒരു പക്ഷേ തോമസ് ഐസക് എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രോപ്പർ ചാനൽ എന്ന് പറഞ്ഞാൽ ത്രൂ സെൻട്രൽ ഗവൺമെൻറ് റിസർവ് ബാങ്ക് വഴി വേണം വിദേശത്തു നിന്ന് വായ്പ എടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ ത്രൂ പ്രോപ്പർ ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ പാടെ ലംഘിച്ചു എന്നാണ് EDയുടെ ഒരു കണ്ടെത്തൽ. എന്താണ് ഈ ഫെമ, അതുപോലെ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999 ആണ് ഫെമ എന്ന് പറയുന്നത്. അത് 1973 നിലനിന്നിരുന്ന കൊണ്ടുവന്ന ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. അതിനെ ഗ്ലോബലൈസേഷന് ശേഷം മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതിനെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്റ്റായിട്ട് മാറ്റുന്നത്. അങ്ങനെ മാറ്റിയ ആ ആക്ട് പ്രകാരം തന്നെ
ഇത് ഫോറിൻ എക്സ്ചേഞ്ച് ഫെമയുടെ നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ആക്ട് ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ് വഴി റിസർവ് ബാങ്ക് വഴി വിദേശത്ത് നിന്ന് വായ്പ എടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നാണ്. ആ തരത്തിൽ പ്രൊസീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ലംഘനമെന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തത് എന്തുകൊണ്ടാണ്, അങ്ങനെ എടുക്കാൻ പോയത് അത്ര ധൃതി കാണിച്ചത് എന്തുകൊണ്ടാണ്? അത് തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയുകയാണെങ്കിൽ 1999 ഈ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് അസംബ്ലി ബില്ല് അതിൻ്റെ നിയമം പാസ്സാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന നിയമം 2016 വരെ വെറുതെ കിഫ്ബി വെറുതെ കിടക്കുകയായിരുന്നു, അതിനെ ഉപയോഗപ്പെടുത്തിയില്ല. പക്ഷേ 2016 ആ ആക്ട് വീണ്ടും ഒരിക്കൽ കൂടി അമെൻഡ് ചെയ്തു അസംബ്ലി വഴി. എന്തിനാണ് അമെൻഡ് ചെയ്തത്? അതിനകത്ത് പൂർണ്ണമായിട്ടുള്ള ഓഡിറ്റിംഗ് CAGയുടെ വേണ്ട. CAG എന്ന് വെച്ചാൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആ ബോഡി ഇതിനെ ഓഡിറ്റ് ചെയ്യുമ്പോൾ സാർവത്രികമായിട്ട് ഓഡിറ്റ് ചെയ്യും. അത് പലപ്പോഴും എന്തെങ്കിലും കള്ളക്കളികളുണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കും. അതുകൊണ്ടായിരിക്കണം സാർവത്രിക ഓഡിറ്റിംഗ് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ 2016-17 ആ കാലഘട്ടത്തിൽ ഇവർ അമെൻഡ് ചെയ്തു. അങ്ങനെ അമെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ CDPQ ആയിട്ടുള്ള വായ്പ, അതായത് ഈ ലണ്ടൻ സ്റ്റോക്ക് മസാല ബോണ്ട് എന്ന ഐഡിയ വരുന്നത് കിഫ്ബിയുടെ ഈ റീസ്ട്രക്ചറിങ് അമെൻമെൻറ്റിന് ശേഷമാണ് മസാല ബോണ്ട് എന്നുള്ള ഇഷ്യൂ. എന്താണ് മസാല ബോണ്ട് എന്ന പേര് തന്നെ സ്വീകരിച്ചത്? അത് ഒരു കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന രീതിയിലാണ് മസാല ബോണ്ട് എന്ന്. പിന്നെ എന്തിനാണ് ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയത്? അതിന് അന്നൊക്കെ ഡോക്ടർ ഐസക്കും മറ്റുള്ളവരും പറഞ്ഞിരുന്ന കാരണങ്ങൾ, അതായത് നമ്മുടെ ക്രെഡിബിലിറ്റി, നമുക്ക് കേരളത്തിന്, അതായത് ഈ മസാല ബോണ്ട് വഴി അല്ലെങ്കിൽ ഈ കിഫ്ബി വഴി ഒരുപാട് ഫണ്ട് സ്വീകരിച്ച ഇൻഫ്രാസ്ട്രക്ചർ നന്നാക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന ആഗ്രഹം. അപ്പോൾ അതിന് ഇഷ്ടം പോലെ ഫണ്ട് വരാനായിട്ട് നമ്മുടെ ക്രെഡിബിലിറ്റി കാണിക്കുന്ന ഒന്നായിട്ടാണ് ഇതിനെ മസാല ബോണ്ട് എന്ന പേരിട്ട് അത് ലണ്ടൻ സ്റ്റോക്ക് വഴിയായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ലണ്ടനിൽ പോയത്? ലണ്ടനിൽ പോയതും ഈ ക്രെഡിബിലിറ്റിയുടെ, നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തി കാണിക്കാനാണ് ആഗോളതലത്തിൽ കാരണം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് 1914 ആണെങ്കിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ ട്രാൻസ്ഫേഴ്സ് നടന്നിരുന്ന സ്ഥലവും ഒക്കെയായിരുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അങ്ങനെയുള്ളവരെടുത്ത് കൊണ്ട് ഇപ്പോഴാണെങ്കിലും ലൊംബാർഡ് സ്ട്രീറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ലൊംബാർഡ് സ്ട്രീറ്റ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാണ് കുറച്ചും കൂടി കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് ഇഷ്യൂ ചെയ്ത് നമ്മുടെ ആ ക്രെഡിറ്റ് റേറ്റിംഗ് ഒന്ന് ആഗോളതലത്തിൽ ഉയർത്തി കാണിച്ച് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുക, അതായിരുന്നു ലക്ഷ്യമെന്നാണ് പറയുന്നത്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ലാവ്ലിൻ കമ്പനി ഷെയറുള്ള സ്ഥാപനത്തിന് മസാല ബോണ്ടുകൾ വിൽപ്പന നടത്തിയെന്നാണല്ലോ ആരോപണം. അതെ അതെ. ലാവ്ലിൻ കമ്പനിയിൽ 20% ഷെയറുള്ള CDPQ എന്ന കനേഡിയൻ സ്ഥാപനത്തിന് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഗൂഢാലോചനയല്ലേ ടീച്ചറെ? തീർച്ചയായിട്ടും. ലാവ്ലിൻ കമ്പനിയുമായുള്ള ഡീലാണ് നടന്നതെന്ന് ഇന്നിപ്പോൾ ചെന്നിത്തല പോലുള്ള ആളുകളൊക്കെ, രമേശ് ചെന്നിത്തല പോലുള്ള ആളുകളൊക്കെ പറയുന്നു കേട്ടു. അതങ്ങനെ നമുക്ക് തള്ളിക്കളയാനാവില്ല. അവരുടെ ആരോപണങ്ങളെ വിലക്കെടുക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതാണ്. അതൊരു ഡീലായിരുന്നിരിക്കണം എന്ന് പറഞ്ഞാൽ 2150 കോടി രൂപയാണ് അന്ന് അവിടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി CDPQ ആയിട്ട് അവർ ബോണ്ട് എടുക്കുന്നത്, 2150 കോടിയുടെ. അത് 9.732% പലിശ, 7.3% പലിശ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പലിശയ്ക്കാണ്. അപ്പോൾ ഈ 9.7 എന്ന് പറയുമ്പോൾ ഏകദേശം 10% അടുത്ത് വരുന്ന പലിശ. ആ പലിശയാണ് ഏറ്റവും അപകടകരമായ ഒരു ഇതായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം അത് 5 വർഷം കൊണ്ട് ഈ 9.73% പലിശ എന്ന് പറഞ്ഞാൽ, ഞാനത് വർക്കൗട്ട് ചെയ്ത് നോക്കിയപ്പോൾ മേടിച്ച പ്രിൻസിപ്പൽ സം, അതായത് കടം കൊണ്ട മസാല ബോണ്ട് വഴി കടം കൊണ്ട 2150 കോടിയുടെ 48%, അതായത് ഒരു 49% എന്ന് വെച്ചാൽ ഏകദേശം പകുതിയോളം തിരിച്ചടവിന് പലിശ തന്നെ തിരിച്ചടയ്ക്കേണ്ട ഒരവസ്ഥ. അതേ സമയത്ത് അത് എന്തുകൊണ്ടാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്? കാരണം
നമുക്കിവിടെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ADB പോലെയുള്ള സ്ഥാപനങ്ങൾ വായ്പ തരുന്നത് 4% താഴ്ന്ന, അത് നമുക്ക് മാത്രമല്ല, ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറ്റെല്ലാ രാജ്യങ്ങൾക്കും, അതായത് അങ്ങനെയുള്ള രാജ്യങ്ങളെ അതായത് മൂലധന നിക്ഷേപത്തിനൊക്കെ പണം വേണ്ട രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പറയപ്പെട്ട ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെയൊക്കെ മുഖ്യ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ അവർ പലിശ കുറഞ്ഞ് ആണ് തരാറ്. അപ്പോൾ 4%-നും 2%-നും 1.5%-നുമൊക്കെ പലിശ കിട്ടുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് ഈ 9.723% പലിശയ്ക്ക് വായ്പ എടുക്കാൻ പോയത്. മിസ്റ്റർ പിണറായി വിജയൻ, CDPQ, ലാവ്ലിൻ അവർ തമ്മിലുള്ള ഒരു ഒത്തുകളി ഇതിനകത്തുണ്ട്. ആ ഒത്തുകളി തുടങ്ങിയത് ജനുവരി 2017 എന്നിട്ട് മാർച്ച് 2017 മാർച്ച് 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ഇതിൻ്റെ ഇഷ്യൂ നടത്തുന്നത്. അപ്പോൾ ആ 3 മാസം, പക്ഷേ കൈമാറ്റമൊക്കെ നേരത്തെ തന്നെ ജനുവരിയിൽ നടത്തിയിരുന്നു. മാർച്ചിലാണ് പക്ഷേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്നൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. എന്നിട്ടോ അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഫണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് ബാങ്കിൽ കിടക്കുകയുള്ളൂ. അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങണമെങ്കിൽ ഈ കിഫ്ബി വഴിയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വർക്ക് തുടങ്ങണം. ആ വർക്ക് തുടങ്ങണമെങ്കിൽ പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ കിടക്കുന്നു. അതായത് ഇതിനു വേണ്ടിയുള്ള ടെൻഡർ വിളിക്കുന്നു, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക. അങ്ങനെ കാലം കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ ഈ പണം കൊണ്ടുവന്ന് ബാങ്കിൽ ഇട്ടിട്ട് അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 വർഷം ആകുമ്പോഴത്തേനും പലിശ, പ്രിൻസിപ്പലും പലിശയൊക്കെ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബാധ്യത വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫണ്ട് മേടിച്ച് കൊണ്ടുവന്ന് ബാങ്കിലിട്ടു, അത് പ്രയോജനപ്പെടുത്തി എന്നുള്ളത് തന്നെ നല്ല ഉദ്ദേശത്തോടെ അല്ല. ഈ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണെങ്കിൽ മറ്റെന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നു അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഈ തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മാറിയത് ഒരു തരത്തിലും വിശ്വസനീയമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് അതേപ്പറ്റി മറ്റുള്ളവർക്കുള്ള തെറ്റിദ്ധാരണ. അതായത് ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്നും പറഞ്ഞ് കിഫ്ബി മസാല ബോണ്ട് ഇടപാട് നടത്തി ഗുരുതരമായ ഒരു അഴിമതി നടന്നു എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഈ സംസ്ഥാനത്തിന് വലിയ ധനനഷ്ടവും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണ്ടേ കരുതാൻ. അതായത് ED ഇന്നിപ്പോൾ നൽകിയ ഒരു വിശദീകരണം കേട്ടത് 2600 കോടിയിലധികം രൂപയുടെ മസാല ബോണ്ട് ഇറക്കിയെന്നാണ് ED പറയുന്നത്. ഇതിൽ 466.19 കോടി രൂപ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ നടപടിയാണ് RBI നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ED കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഭൂമി വാങ്ങാൻ ഡോക്ടർ ഐസക് തന്നെ ഇന്ന് പറയുന്നത് ഞാൻ കേട്ടു. 1999 FEMA ആക്ട് വരുന്നതിന് മുൻപ് ഭൂമി വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാമായിരുന്നു. അതിനുശേഷമാണ് ആണല്ലോ ഇത് ഇങ്ങനെ നമ്മൾ പിന്നെ 2019 ഇങ്ങനെ വായ്പ കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഭൂമി വാങ്ങിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർ ഐസക് പറഞ്ഞത്. ആ ഫണ്ട് ഉപയോഗിച്ച് ഭൂമി വാങ്ങിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് EDയെയും 100% വിശ്വസിക്കാൻ വയ്യ. കാരണം 2019 പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സംശയം. തോമസ് ഐസക് പറയുന്നത് ഞാനും കേട്ടതാണ്. ഭൂമി വാങ്ങിയിട്ടില്ല, ഏറ്റെടുക്കലാണ് ചെയ്തത് എന്നാണ്. ഈ വാങ്ങലായാലും ഏറ്റെടുക്കലായാലും അതിന് പാലിക്കേണ്ട ചട്ടങ്ങളില്ലേ? ചട്ടങ്ങളുണ്ട്. ചട്ടങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആരുടെ ഭൂമിയാണോ ഏറ്റെടുക്കുന്നത് അത് സർക്കാർ ഭൂമി ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പേയ്മെൻറ്റ് നടത്തിയാണ് പിന്നെ ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പരിധിയിലുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളത് ഇറങ്ങിപ്പോടാന്നും പറഞ്ഞ് ഇറക്കി വിട്ടിട്ട് എടുക്കാനും നോക്കത്തില്ല ഒരു സർക്കാരിനും. അപ്പോൾ നാച്ചുറലി ഭൂമി വാങ്ങുന്നതും ഏറ്റെടുക്കുന്നതും ഒക്കെ എൻ്റെ കണക്കുകൂട്ടലനുസരിച്ചാണെങ്കിൽ സെയിമാണ്. പക്ഷേ അതിന് ചില ടെക്നിക്കാലിറ്റീസ് ഉണ്ടായിരിക്കും. അതായത് ഒരു കോമൺ പർപ്പസിന് വേണ്ടി, അതായത് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയാണ് ഭൂമി ഏറ്റെടുക്കുന്നത് എന്നുള്ളപ്പോൾ അതിന് വേറെ ഓപ്ഷൻ ഇല്ല, ഏറ്റെടുത്തേ പറ്റൂ. ഈ കടം എടുക്കാൻ പോകുമ്പോൾ തന്നെ CAG റിപ്പോർട്ട് എടുത്തു നോക്കുക. 2019 വളരെ കണിശമായിട്ട് പറയുന്നതുണ്ട്, കിഫ്ബി വഴി കടം എടുക്കുന്നത് സുതാര്യമല്ല. പിന്നെ കിഫ്ബി വഴി എടുക്കുന്ന കടത്തിൻ്റെ ഭാരം അടുത്ത ജനറേഷനിലാണ് വീഴാൻ പോകുന്നത്. അതുമാത്രവുമല്ല, എന്തുകൊണ്ടാണ് കിഫ്ബിയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 2-3 കാരണങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതായത് അന്ന് തന്നെ ഒരു ഇന്ധന സെസ്
ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇന്ധന സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. അത് ഖജനാവി പോകേണ്ട എമൗണ്ട് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലാണ്. അത് ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം, അതായത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50% ആദ്യത്തെ 2 വർഷം 50% ഇല്ലായിരുന്നു. 3-ാം വർഷം മുതൽ 50% നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലാണ്. അപ്പം ഒരു കാര്യം ഓർക്കണം, ഈ മോട്ടോർ വെഹിക്കിൾസ് ടാക്സെന്നും ഇന്ധന ചാർജെന്നും ഒക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇന്ത്യയിലെ ശരാശരി 1 കിലോമീറ്ററിൽ 18 വാഹനങ്ങളുള്ളപ്പോൾ കേരളത്തിൽ 485 വാഹനങ്ങളാണ് ഉള്ളതെന്ന് ഓർക്കണം. അത്ര ഡെൻസിറ്റിയാണ് കേരളത്തിലുള്ളത്. ഈ വാഹനം മേടിച്ചിട്ട് ഇന്ധനം ഉപയോഗിക്കാതെ ഇട്ടേക്കില്ലല്ലോ, നികുതിയും കൊടുക്കാതിരിക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അത് രണ്ടും നല്ല സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ആ രണ്ട് നല്ല സോഴ്സ് ഓഫ് റവന്യൂയും പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ എന്നിട്ട് ഇത് ബജറ്റിന് പുറത്താണെന്ന് അന്നും ഇന്നും ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മലയാളികളെല്ലാം വിഡ്ഢികളാണെന്ന് തോന്നുന്നു അങ്ങനെ പറയുന്നത് കേട്ട. ബജറ്റിൽ നിന്ന് ഖജനാവിലേക്ക് പോകേണ്ട തുകയാണ് ഞാൻ ഈ പറഞ്ഞ ഈ 2 സോഴ്സ്. ഈ 2 സോഴ്സും പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണെന്ന് പറഞ്ഞാൽ അത് ബജറ്റിൽ തന്നെ വരേണ്ടതാണ്. ഈ ഇഡിയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ഐസക് പല കാര്യങ്ങളും പറഞ്ഞു. അതിലൊന്ന് ഞാൻ കേട്ടത്, ആദ്യത്തെ ഇഡിയുടെ വാദം കിഫ്ബിക്ക് മസാല ബോണ്ട് ഇറക്കാൻ അനുവാദമില്ലെന്നായിരുന്നു. എന്നാൽ പിന്നെ RBI അനുവാദത്തോടെ ആണ് എല്ലാ നടപടിയും സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കിയെങ്കിലും അന്വേഷണത്തിന് ഹാജരാകാൻ ഐസക് നോട്ടീസ് നൽകിയത്രേ. ആ നോട്ടീസിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട രേഖകളല്ല ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെയും, അതായത് ഐസക്കിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ട്, ഐസക് ഡയറക്ടറായിരുന്ന കമ്പനികളുടെ ബാങ്ക് അക്കൗണ്ട് എന്നിവയാണ് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. ഇതെന്തിനാണ് ചോദിച്ചതെന്ന് ചോദിച്ച് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ തൻ്റെ പക്കൽ നിന്ന് ആവശ്യപ്പെട്ട രേഖകളുടെ എണ്ണം കുറച്ചു. വിളിപ്പിക്കാനുള്ള കാരണം ചോദിച്ച് വീണ്ടും ഐസക് ഹൈക്കോടതിയിൽ ഹർജി നൽകിയെന്ന് പറയുന്നു. എന്നിട്ടും ഇതുവരെ ഇഡിക്ക് ആ കാര്യത്തിന് മറുപടി പറയാനേ ആയില്ല. അതുകൊണ്ട് ഇഡി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിശിതമായി തള്ളുകയാണ്, അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഈ കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഐസക് പറഞ്ഞത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അപ്പോൾ ഈ പിണറായി വിജയൻ ഇതിൻ്റെ ചെയർമാനാണ് കിഫ്ബിയുടെ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്, അദ്ദേഹത്തെ ഈ കേസിനകത്താക്കിയിരിക്കുന്നത്. പക്ഷേ പിന്നെ ഈ ഡോക്ടർ ഐസക്കിനെ ഞാൻ മനസ്സിലാക്കിയിട്ടിടത്തോളം CDS അദ്ദേഹം ഫാക്കൽറ്റി ആയിരുന്ന കാലം മുതൽ, ഞാനും PhD ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അന്നത്തെ കാലം മുതലേ അറിയാം അദ്ദേഹം ഒരു കറപ്റ്റായിട്ടുള്ള മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ കടമെടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളെപ്പോലെ കുറച്ചും കൂടി സങ്കുചിതമായിട്ടല്ല ചിന്തിക്കുന്നത്. കടമെടുക്കാം, ചിലവഴിക്കാം, അതിലെന്ത് കുഴപ്പം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ളവനാണ്. നമ്മളൊക്കെ ആണെങ്കിൽ കടമെടുക്കുന്ന ഓരോ പൈസയ്ക്കും കണക്ക് വെച്ചുകൊണ്ട് അത് തിരിച്ച് അത് എന്താ പറയുക, എങ്ങനെ നീ പ്രയോജനപ്പെടുത്തണം എന്ന് കർശന ചിന്തയോടെ ചെയ്യുന്നവരായിരിക്കും സാധാരണ. പക്ഷെ അദ്ദേഹത്തിന് അത്തരം ഒരു കർശന ബുദ്ധിയോടെ കടം ഉപയോഗിക്കണം എന്ന താല്പര്യക്കേടൊന്നും കാണില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അത് നടക്കില്ല. അതുകൊണ്ടാണ് പണം എല്ലാം വാങ്ങിച്ച് പലിശയും കൊടുത്ത് ബാങ്കിലിട്ടിരുന്ന് വരും വരായികളൊന്നും നോക്കാതെ പിന്നെ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ പ്രശ്നമൊക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ കറപ്റ്റ് അല്ലാത്ത ആളോട് ഈ രേഖകൾ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇഡിക്കൊന്നും കിട്ടിക്കാണാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം അതേ സമയത്ത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും യഥാർത്ഥത്തിൽ കുറ്റവാളി ആരാണ് നമ്മളിവിടെ ഇരുന്ന് വിധി പറയണ്ട. നമുക്ക് അങ്ങനെ ഒരു കുറ്റവാളി അതിനകത്തുണ്ടെങ്കിൽ അതാരായിരിക്കുമെന്ന് നമുക്ക് അതേപ്പറ്റിയുള്ള എന്താ പറയുക തീരുമാനത്തിലേക്കോ ഊഹത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അത് ഇഡി തന്നെ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ അവിടെയാണ് ഈ പിന്നെ തോമസ് ഐസക് ഇങ്ങനെ പറയുന്നത് ഇഡിയുടെ ഒരു കളിയായി ഇത്. ഇലക്ഷൻ വരുമ്പോൾ BJP-ക്കാർക്ക് കുറച്ച് സീറ്റ് ഈ പറയപ്പെട്ട സാഹചര്യങ്ങളിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കുറച്ച് സീറ്റ് പിന്നെ ഇഡിക്ക് വേണം, BJP-ക്ക് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇതൊരു മാർഗം ആ രീതിയിൽ വരുന്നു എന്ന് പറയുന്നതിൽ എനിക്കും തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് ഇത് പൊക്കിക്കൊണ്ടുവരണ്ട. 2019 മുതൽ കിടക്കുന്ന കേസാണ്. അതിപ്പോൾ ഈ 2025 തീരാൻ പോവുക, 25 അപ്പോഴേക്ക് ഈ കേസ് എടുത്തുകൊണ്ട് വന്നപ്പം നാച്ചുറലായിട്ട് നമുക്ക് ആർക്കും തോന്നും ഇതിനകത്ത് ഈ ഇലക്ഷൻ്റെ ഒരു ഒരു തരി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും ഫെമ നിയമലംഘനം നടന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. അത് കൃത്യമായി തെളിഞ്ഞാൽ, അത് ഉറപ്പ് എന്ന് പറഞ്ഞാൽ
അതായത് ഡോക്ടർ ഐസക് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് റിസർവ് ബാങ്കിൽ വഴി റിസർവ് ബാങ്കിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ എങ്ങനെയോ എനിക്കറിഞ്ഞൂടാ, കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ടോടു കൂടി അറിവോടു കൂടിയാണ് ഇത് ചെയ്തതെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് ടീച്ചർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻപ് ഈ വിഷയം വന്ന സമയത്ത് തോമസ് ഐസക്കിനോട് ചോദിച്ചപ്പോൾ തോമസ് ഐസക് പറഞ്ഞത് അതൊക്കെ കിഫ്ബിയാണ് മറുപടി പറയേണ്ടത്, ഞാൻ അന്നത്തെ ധനമന്ത്രിയായിരുന്നു, ഞാനല്ല പറയേണ്ടത് എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഞാനത് ഓർക്കുന്നു ഇപ്പോഴും. അങ്ങനെ ചാനലുകളിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാനും ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ കളികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ കളികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് CAG വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇത് നല്ലതല്ല, ഈ പോക്ക്, അതായത് ഇത് ഭാവി തലമുറയുടെ തലയിൽ വീഴും, ഇത് സുതാര്യമല്ല എന്നൊക്കെ കിഫ്ബി പറഞ്ഞത് ഈ കാരണങ്ങളൊക്കെ വെച്ചാണ്. അപ്പം ബജറ്റിനകത്തെ കടമെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ തീരേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ ഇങ്ങനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊണ്ടുവന്നല്ല കടമെടുക്കുന്നതും, അത്രയേറെ കടം എടുക്കാറില്ല. അവരവരുടെ റവന്യൂ ചെലവുകളെ ചുരുക്കിക്കൊണ്ടാണ് മൂലധന ചെലവിന് വേണ്ടി പണം കണ്ടെത്തുന്നത്, ഒരു ഭാഗികമായിട്ട്. പിന്നെയുള്ളതൊക്കെ സംസ്ഥാനത്തിനകത്ത് നിന്ന്, രാജ്യത്തിനകത്ത് നിന്ന് കടമെടുക്കും. ഈ കേരളം ആണ് ഇങ്ങനെ പിന്നെ മൂലധന ചെലവ് നടത്തണോ അതിന് കിഫ്ബി പോലെ ഉള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വേണം. അതായത് ബജറ്റിനകത്ത് കടമെടുത്ത് മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്ന കാര്യം ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയായിട്ട് കടമെടുക്കുന്നു. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു ഇന്നൊവേഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഒരു ഇന്നൊവേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇന്നൊവേഷൻ എന്തായാലും കേരളത്തിന് ഗുണം ചെയ്യുന്നതിനേക്കാൾ ദോഷം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഈ കടുത്ത ഫിസ്ക്കൽ ക്രൈസിസ്. ഈ ഫെമ നിയമലംഘനം ഉണ്ടെന്ന് തെളിഞ്ഞാൽ കിഫ്ബിയിൽ നിന്ന് പിഴ ഈടാക്കില്ലേ? അതല്ലേ അതിൻ്റെ ഒരു രീതി? പെനാൽറ്റി ഉണ്ടല്ലോ. സമാഹരിച്ച തുകയുടെ പരമാവധി 300% വരെ പിഴ ഉത്തരവിടാൻ കഴിയുമെന്നതാണ്. അങ്ങനെയാണ് എന്ന് കേൾക്കുന്നു. അതിൻ്റെ ഒരു വസ്തുത എങ്ങനെയാണ്? കേൾക്കുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും പിഴ കൊടുക്കേണ്ടി വരും. അത് 300% വരുമോ എന്നെനിക്ക് സംശയമുണ്ട്. അതായത് 2185 കോടി വായ്പ എടുത്തിട്ട് അതിൻ്റെ 300% നമ്മൾ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആകാനുള്ള സാധ്യത കുറവാണ് എന്ന്. ടീച്ചർ, ഇപ്പോൾ ഈ EDയുടെ ഈ ആരോപണമല്ലോ കിഫ്ബിയുമായും മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട്, അത് ശരിയാണോ എന്ന ഒരു പരിശോധന മാത്രമാണല്ലോ ഈ അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റി, അതൊരു സമിതിയാണ്, ഒരു സെമി ജുഡീഷ്യൽ സമിതിയല്ലേ അത്, അവർ പരിശോധിക്കുന്നത്, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ അത് ശരിയാണെന്ന് അതോറിറ്റി കണ്ടെത്തുകയാണെങ്കിൽ, ഏറെക്കുറെ അവർ കണ്ടെത്തിയിട്ടുണ്ട്, അത് ഉറപ്പാക്കുകയാണെങ്കിൽ, അങ്ങനെ റിപ്പോർട്ട് വരികയാണെങ്കിൽ ഈ കിഫ്ബിക്ക് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാമല്ലോ, നിയമപരമായി ചോദ്യം ചെയ്യാം. പിന്നെ എന്തിനാണ് ഇതിനകത്തൊരു സംസാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അത്രയല്ലേ ഉള്ളൂ. ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെ പിണറായി വിജയൻ്റെ കാര്യം, മുഖ്യമന്ത്രിയുടെ കാര്യം അറിയില്ല, അദ്ദേഹം ഒന്നും പറയുന്നത് കേട്ടില്ല. തോമസ് ഐസക്ക് പറഞ്ഞത് EDക്ക് മുന്നിലേക്ക് പോവുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഭാഗത്ത് കുറേ ശരികളുണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ്, അതായത് വിളിപ്പുറത്ത് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല, ഐ എം നോട്ട് അറ്റ് ഫാൾട്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ആ വിശ്വാസത്തിൻ്റെ ഇടയ്ക്കും പക്ഷെ പാളിച്ചകളുണ്ട്. ആ പാളിച്ചകൾ ഉള്ളത് കൊണ്ടാണ് ED ഇങ്ങനെ വീണ്ടും വീണ്ടും ഇടയ്ക്ക് വരുന്നത്. അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്തു പോയില്ലേ കേസ്. അപ്പം ഈ രണ്ട് കൂട്ടരുടെ ഭാഗത്തും പിന്നെ പാളിച്ചകളുണ്ട്. എങ്കിൽ അത് കണ്ടെത്തി പൂർണ്ണമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് രണ്ടു കൂട്ടർക്കും താല്പര്യമില്ല. ഇത് അങ്ങനെ വെച്ച് നീട്ടിപ്പോയാൽ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇതെടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന, അപ്പോൾ ഇതെടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ? കേരളത്തിൽ LDF കുറച്ച് കുറച്ച് അയഞ്ഞു കൊടുക്കും. ആർക്ക്? BJPയുടെ കാൻഡിഡേറ്റ്സിന്. അങ്ങനെ പലയിടത്തും BJP കാൻഡിഡേറ്റ്സ് ജയിച്ചു വരും. അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയൊക്കെ തൃശ്ശൂരിൽ ജയിച്ചു വന്നത്. നമുക്ക് യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ, നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ജയിച്ചു വരാൻ അങ്ങനെ പതുക്കെ, അതായത് ഇപ്പം പിന്നെ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏക അജണ്ട കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതൊക്കെ. അതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ ഇവിടെ ഇല്ലാതെയായാലോ, കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ ഇല്ലാതെയായാലോ, പിന്നെ ഇന്ത്യയിൽ എങ്ങും കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലെന്നുള്ള അവസ്ഥ വരില്ലേ?
അപ്പോൾ ഒരു ദേശീയ പാർട്ടി എന്ന പദവി പോലും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഏത് തരത്തിലും ആരോട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയും ഇവിടെ ഇവരുടെ വേരുകൾ പിന്നെ കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന വിചാരം ഇവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവർക്ക് രണ്ടു കൂട്ടർക്കും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെയാണ്. അതല്ലാതെ വെറുതെ അന്ധമായിട്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ശരി, വളരെ നന്ദി ടീച്ചർ ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചത്.